നമസ്കാരം. റെസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. റെസ്റ്റ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ തിങ്കിങ് എൻകറേജ് ചെയ്യുന്ന ഒരു സിനാറിയോ ആണ് സംസാരിക്കുന്നത്. റൊണാൾഡ് റീഗൻ, US പ്രസിഡൻ്റായിരുന്ന റൊണാൾഡ് റീഗൻ, പുള്ളി നല്ല ഒരു ആക്ടറായിരുന്നു, വളരെ പേരുകേട്ടൊരു ആക്ടറായിരുന്നു. അദ്ദേഹം പോളിറ്റിക്സിലോട്ട് കയറിക്കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ചോദിച്ചു, ഈ 1 വർഷം പോളിറ്റിക്സിൽ പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് എന്താണ് അഭിപ്രായം പോളിറ്റിക്സിനെ പറ്റി? നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തെ ഏറ്റവും പുരാതനമായ പ്രൊഫഷൻ പ്രോസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളത്. സെക്കൻഡ് ഓൾഡസ്റ്റ് പ്രൊഫഷൻ എന്ന് പറയുന്നത് പോളിറ്റിക്സാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു, ഐ വാസ് ടോൾഡ് ദാറ്റ് പോളിറ്റിക്സ് ഈസ് ദ സെക്കൻഡ് ഓൾഡസ്റ്റ് പ്രൊഫഷൻ, പക്ഷേ ഹാവിങ് ബീൻ ഇൻ പോളിറ്റിക്സ് ഫോർ ദ ലാസ്റ്റ് 1 year, ഐ ഫൈൻഡ് എ സ്ട്രൈക്കിംഗ് സിമിലാരിറ്റി ടു ദ ഫസ്റ്റ്. അതായത് 1 വർഷം ഞാൻ ഈ പോളിറ്റിക്സിൽ നിന്നതെന്ന് എനിക്ക് മനസ്സിലായത്, ഇതിന് ഏറ്റവും പുരാതനമായ പ്രൊഫഷനുമായിട്ട് നല്ല ഒരു സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇത് അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞാലും ഇത് തന്നെയാണ് പോളിറ്റിക്സ് എന്ന് പറയുന്നത്. എത്രയൊക്കെ നല്ല മനുഷ്യനായാലും പോളിറ്റിക്സിൽ കയറുമ്പോൾ ചില സമയങ്ങളിൽ കണ്ണടയ്ക്കേണ്ടതായിട്ട് വരും. കണ്ണടയ്ക്കുന്നതാണ് അവരെ പൊളിറ്റീഷ്യൻസ് ആക്കുന്നത്. പക്ഷേ നല്ല പൊളിറ്റീഷ്യൻസ് ഉണ്ട്, നല്ല സ്റ്റേറ്റ്സ്മെൻ ഉണ്ട്. ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മളുടെ ഏറ്റവും വലിയ ശത്രു, പൊളിറ്റിക്കൽ ശത്രു ആരാണോ അവർ പോലും നല്ല കാര്യം ചെയ്യുന്നതിന് നല്ലതെന്ന് പറയാൻ കഴിവുള്ള വ്യക്തിയാണ് സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, അടൽ ബിഹാരി വാജ്പേയി ഓപ്പോസിഷനിലിരിക്കുന്ന പലരെയും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല ചുമതലകളും ഏൽപ്പിച്ച കഥ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ വാജ്പേയിജിയെ നമ്മൾ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയും. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി, അദ്ദേഹത്തിന് വാജ്പേയിയെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സമയത്തൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നരസിംഹറാവു. അപ്പോൾ ഇവരൊക്കെയാണ് സ്റ്റേറ്റ്സ്മാനെ വിളിക്കുന്നത്. ഞാനിതൊക്കെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എലക്ഷൻസ് വരികയാണ്. വളരെ ശ്രദ്ധിച്ച് ഈ സന്ദർഭം കൈകാര്യം ചെയ്യണം. കാരണം ഇന്ത്യ ഈസ് അറ്റ് ക്രോസ് റോഡ്സ്. ഇന്ത്യയുടെ ഇനിയുള്ള ഒരു 5 വർഷം 10 വർഷം വളരെ ക്രിട്ടിക്കലാണ്. നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് അങ്ങ് പുറകെ കിടന്നിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആര് വന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളിന്നൊരു സ്ഥലം വരെ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഉള്ള ഒരു 10 വർഷം വളരെ ക്രൂഷ്യലാണ്. ഈ 10 വർഷം കൊണ്ടാണ് നമ്മൾ 3 ട്രില്യൺ എക്കോണമി ആയിട്ട് മാറേണ്ടത്. നമ്മളിന്ന് ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും വലിയൊരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ഈ ഗ്യാപ്പ് മേക്കപ്പ് ചെയ്യാൻ ഒരു 10-12 വർഷം മിനിമം എടുക്കും. അറ്റ് 10% ഗ്രോത്ത് വരികയാണെങ്കിൽ 10% വേണം. 8 തൊട്ട് 10% വരെ ഗ്രോത്ത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇലക്ഷൻ, പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മുടെ ഐഡിയോളജീസ് മാറ്റിവെച്ചിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ എടുക്കുക. അതുകൊണ്ടാണ് ഈ ടോപ്പിക്കിനെ ഫ്രീ തിങ്കിങ് റെസ്റ്റ് റൂമിൽ ഞാനിട്ടത്. നിങ്ങളുടെ സ്വന്തമായിട്ടൊരു അഭിപ്രായത്തിൻ്റെ പുറത്ത് നിങ്ങൾ വോട്ട് ചെയ്യാവൂ. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം, കോൺഗ്രസ്സുകാരനായിരിക്കാം, BJP-കാരനായിരിക്കാം. കണ്ണടച്ച് ഞാൻ ആ ഒരു ഐഡിയോളജി, സിദ്ധാന്തത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കാരണം ഇദ്ദേഹത്തിന് ഇരിക്കട്ടെ, ദയവേത് ചെയ്യരുത്. ഇനിയുമുള്ള ഒരു 10 വർഷം നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ള, വേറെ ഒരു ഇഷ്യൂസിലും നമ്മൾ കയറി തട്ടി വീഴാൻ സാധ്യത വരരുത്. ഇതൊന്ന് പറയാനുള്ള. 2 പറയാനുള്ള, വീട്ടിൽ ചടഞ്ഞുകൂടി ഇലക്ഷൻ ദിവസത്തിനെ ഒരു അവധിയായി കണക്കാക്കി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വിസിറ്റ് പോകാൻ, കുട്ടികളെ കൊണ്ട് പോകാൻ ഇത് ഉപയോഗിക്കാതിരിക്കുക. പോയി വോട്ട് ചെയ്യുക. ഈ രാജ്യം നേരെയല്ല പോകുന്നത്, രാജ്യം നന്നായിട്ടല്ല പോകുന്നത്, ഇങ്ങനൊന്നും അല്ല ഇവിടെ വേണ്ടതെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ. പ്ലീസ്
നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരവകാശവുമില്ല പറയാൻ. നാട് നന്നായിട്ടല്ല പോകുന്നത്, ഇങ്ങനല്ല വേണ്ടതെന്നും പറയാൻ നിങ്ങൾക്ക് ഒരു അതോറിറ്റിയുമില്ല. വോട്ട് ചെയ്യുക. നിങ്ങൾ വോട്ട് ചെയ്യാമെന്ന് മാത്രമല്ല, വോട്ട് ചെയ്യാതെ വീട്ടിൽ ഇരിക്കുന്നവരെ എങ്ങനെങ്കിലും പറഞ്ഞ് തള്ളി ഉന്തി വിട്ട് വോട്ട് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ല എന്നുള്ള എക്സ്ക്യൂസ് ഒന്നും പറയരുത്. സമയമുണ്ട്, ഇപ്പോഴും വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. എത്രയും വേഗമായി ചെയ്ത് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് വോട്ടിംഗ് 68, ഇപ്പോൾ തിരുവനന്തപുരം സൈഡിലാണ് 68, കേരളത്തിൻ്റെ ശരാശരി 67, 68 മറ്റുമാണ്, 66 മറ്റുമാണ്. നമുക്കത് 80%, 90%എങ്കിലും ആക്കിയെടുക്കണം. ഇനിയുള്ള 2-3 ഇലക്ഷൻസ് വളരെ ക്രൂഷ്യലാണ്. ഇത് രാജ്യത്തിൻ്റെ കാര്യം. നേരത്തെ ഡോക്ടർ ശശി തരൂർ പറഞ്ഞ പോലെ ഒരു MP-ക്ക് ഇപ്പം തിരുവനന്തപുരത്ത് വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കേരള സർക്കാരാണ് ചെയ്യേണ്ടത്. അപ്പോൾ കേരള സർക്കാർ ഇവിടെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ആകുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, കേന്ദ്രത്തിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് ഇതാകുമ്പോൾ ഇവിടെ കോൺഗ്രസ്, അതാ BJP ആകുമ്പോൾ ഇവിടെ കോൺഗ്രസ് ആകും. അപ്പോൾ പുള്ളിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ലോക്കൽ MPsന് ലോക്കൽ ഡെവലപ്മെൻറ്റിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. ഒരു മുതിർന്ന ഒരു പൊളിറ്റീഷ്യൻ, മെച്യൂറായിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ, പക്വത എന്നൊരു പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ട് ആ പ്രദേശത്തിന് വേണ്ടി ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക്കുവാനുള്ളൊരു ഇച്ഛാശക്തി ഇതിൽ വന്നാൽ എല്ലാം വ്യത്യാസം വരും. ഡോക്ടർ ശശി തരൂരിന് ഇല്ലാന്നോ ഉണ്ടെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ചെയ്യിക്കാൻ പറ്റും. ഇപ്പം വരുന്നത് പിന്നെ പാർലമെൻറ്റ് ഇലക്ഷനാണ്, നമുക്കിവിടെ ഒരു ഇമ്പാക്റ്റും വരില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇമ്പാക്റ്റ് വരും. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച്, വിവേചന ശക്തി ഉപയോഗിച്ച് നിങ്ങൾ ആളെ സെലക്ട് ചെയ്യണം. നമുക്ക് കേരളത്തിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നമ്പർ 1 കേരളം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഫോർച്യുനേറ്റ്ലി കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് നമ്മളൊന്നുമല്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ യുവജനങ്ങളുടെ ഇടയിലും വന്നിട്ടുണ്ട്. അതാണ് അത്യാവശ്യം. അതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. നമ്മൾ ഒരിടത്തും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഗൾഫിൽ പോയി കുറേ പേര് ഗൾഫ് കണ്ട് ഗൾഫിലോട്ടാകാനൊന്നും കുറേ കാശും കൊണ്ടുവന്ന് ഇവിടെ ഗൾഫാക്കാനൊക്കെ നോക്കുന്ന അതൊന്നും നടക്കില്ല എന്ന് വെച്ചാൽ അത് നടക്കാത്ത കാര്യം എന്നുള്ളതല്ല. ഫണ്ടമെൻ്റലായിട്ട് പല കാര്യങ്ങളും കഴിഞ്ഞാലേ പിന്നെ ആ ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഡിസിപ്ലിൻ വേണം, നമുക്ക് നിയമത്തോടുള്ളൊരു റെസ്പെക്റ്റ് വേണം, നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ റെസ്പെക്റ്റ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു അറബിയുടെ കൂട്ട് അത് ഒരു ഏരിയ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കതൊന്നുമില്ല. അപ്പോൾ അതിലോട്ടൊന്നും നമുക്ക് അടക്കണ്ട. നമുക്കിവിടെ വേണ്ടത് ഡെവലപ്മെൻറ്റ്. എന്താണ് ഈ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്? കുറേ സ്കൈ സ്ക്രേപ്പേഴ്സ് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ഡെവലപ്മെൻ്റ് ആകില്ല. കുറേ ബിൽഡിങ് കാണിച്ചിട്ട് ഡെവലപ്മെൻ്റ് എന്ന് പറയരുത്, ദയവേത് പറയരുത്. അത് ശുദ്ധ മണ്ടത്തരമാണ്. നമുക്കിവിടെ വേണ്ടത് തൊഴിലവസരങ്ങൾ ഇവിടെ വേണം. നമുക്കിവിടെ വേണ്ടത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി വേണം. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് ഫെസിലിറ്റീസ് വേണം. തൊഴിലില്ലാതെ നടക്കുന്നവർക്ക് ഇത് രണ്ടുമാണ് വളരെ അത്യാവശ്യം. ഒന്ന് ജോലി സാധ്യത, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ലെങ്കിൽ സ്വന്തമായിട്ടൊരെണ്ണം തുടങ്ങാനുള്ള ഫെസിലിറ്റി എളുപ്പമായിരിക്കണം. അതിന് അവന്യൂസ് വേണം, തുടങ്ങാൻ എളുപ്പമായിരിക്കണം. മൂന്നാമത്തേത് വേണ്ടത് ഒരു ബിസിനസ് തുടങ്ങിയ ആൾക്ക് ആ ബിസിനസ് ഒരു പ്രശ്നമില്ലാതെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കണം. അത് ഗംഭീരമായിട്ട് വരുത്താൻ കുറച്ച് പ്രയത്നിച്ചാൽ പറ്റണം. അത് പിന്നെ അയാളുടെ കഴിവ് പോലിരിക്കും. പക്ഷേ ഒരു ബിസിനസ് നല്ലവണ്ണം ഒരു ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് യൂണിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഡക്ട്സ്, അതിനൊരു വർക്ക് കിട്ടാൻ, ബിസിനസ് കിട്ടാൻ എളുപ്പമായിരിക്കണം. അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന് ജോബ് ഓപ്പർച്യൂണിറ്റി, ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഒന്ന് വെൽത്ത് ക്രിയേഷൻ, പിന്നെ വെൽത്ത് ഇംപ്രൂവ്മെൻറ്റ്. ഇതെല്ലാം വേണം. അത് കേരളത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ എലക്ട് ചെയ്താൽ ശരിയാവില്ല. ആലോചിച്ചോളുക. ഇത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. ഇത് നിങ്ങൾ പ്രത്യേകിച്ചും യുവജനങ്ങൾ ഈ വർഷം എടുക്കേണ്ട ഒരു വലിയ ഡിസിഷനാണ്. ഈ വർഷവും ഒരു 2.5 വർഷം കഴിയുമ്പോൾ നമ്മുടെ അസംബ്ലി ഇലക്ഷൻ വരും. ഇത് കേരളത്തിൻ്റെ മേക്ക് ഓർ ബ്രേക്കാണ്. ഇതിൽ നമ്മൾ ഈ കേരളത്തിൽ നമ്മൾ വിവേചനപരമായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ
സിറ്റുവേഷൻ പരുങ്ങലിലാവും. കാരണം ബാക്കി എല്ലാ സ്റ്റേറ്റും മാനുഫാക്ചറിങ് ഏരിയയിൽ നമ്മളെക്കാൾ വളരെ 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 മുമ്പിലാണ്. മാനുഫാക്ചറിങ് ഇല്ലാതെ വെറും ഒരു സർവീസ് ഇൻഡസ്ട്രി വെച്ചിട്ട് നമുക്കിവിടെ ഇന്ത്യയിൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്തെല്ലാം കൊട്ടിഘോഷിച്ച് എവിടൊക്കെ കോളർ പിടിച്ച് കാണിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് യുവജനങ്ങൾ, നിങ്ങളെപ്പോലുള്ള യുവജനങ്ങൾ കേരളം വിട്ടു പോകുന്നത്. ശ്രദ്ധിച്ച് വിവേചനത്തോടു കൂടി വോട്ട് ചെയ്യുക, നല്ല കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യുക. രാഷ്ട്രീയ അലൈൻമെൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യാതിരിക്കുക, അതിനൊരു വാല്യൂവും കൊടുക്കാതിരിക്കുക. പാർട്ടി അധിഷ്ഠിതമല്ലാതെ നമ്മൾ വ്യക്തിയെ മാത്രം കൺസിഡർ ചെയ്തിട്ട് ഒരു ആളെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് ചില ക്രൈറ്റീരിയയൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ള ഒരു കുറച്ച് ഏതാനും ക്രൈറ്റീരിയ ഞാനിവിടെ സജസ്റ്റ് ചെയ്യുകയാണ്, നിർദ്ദേശിക്കുകയാണ്. നോക്കുക, ഇങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമോ. പാർട്ടി അധിഷ്ഠിതമായെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തിയെ അധിഷ്ഠിതമായിട്ടാണല്ലോ. അപ്പം അവരുടെ കഴിവുകൾ വേണം നമ്മൾ നോക്കാനായിട്ട്. എന്തൊക്കെയാണ് നോക്കേണ്ടത്? നമ്മൾ സെലക്ട് ചെയ്യേണ്ട വ്യക്തി പറയുന്ന കാര്യം ചെയ്യുവാൻ കഴിവുള്ള ഒരാളായിരിക്കണം. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അതുപോലെ തന്നെ ഒരു നല്ല വിഷനും നല്ല ഐഡിയാസും ഉള്ള ആളായിരിക്കണം. വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തെ ഇവിടുത്തെ MP ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയെ ഏത് ലെവൽ വരെ എത്തിക്കും എന്ന് വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തി വേണം. അതിൻ്റെ കൂടെ തന്നെ അതിനെ ഒരു ലെവലിൽ എത്തിക്കുവാനായിട്ട് എന്തൊക്കെ ആണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് സ്വമേധയാ കുറേ ഐഡിയ ഉള്ളതും നമ്മളൊക്കെ കൊടുക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ വിഷൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പലരും കൊടുത്തിട്ടുണ്ട്, ഞാനും കൊടുത്തിട്ടുണ്ട്. ഈ വിഷൻ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയാസും അതിനെ തന്നെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് പ്രാവർത്തികമാക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തി, അതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ വിഷനും ഐഡിയാസും ഉള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതൊക്കെ 10 മാർക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർക്കും എത്ര മാർക്ക് കൊടുക്കാം? ഈ ഇപ്പം പറയുന്ന കാര്യം ചെയ്യാൻ കഴിവുള്ള 10ൽ 8 മാർക്ക് കൊടുക്കാം, ഇല്ല 6 മാർക്ക് കൊടുക്കാം, 7 മാർക്ക് കൊടുക്കാം. അതുപോലെ വിഷനും ഐഡിയാസിനും എത്ര ഉണ്ട്? ഈ 3 പേർക്ക് ഓരോരുത്തർക്കും നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പം കേന്ദ്രത്തിലും കേരളത്തിലും വേറെ വേറെ ഗവൺമെൻറ്റുകളായിരിക്കുമ്പോൾ വരാവുന്ന ബുദ്ധിമുട്ടുകൾ, അത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടുകൾ കാണും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട്. അങ്ങനെ പോകുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അതിജീവിക്കുവാൻ കഴിവുള്ള, മനസ്സുള്ളതും കഴിവുള്ളതുമായ വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, പലപ്പോഴും കാര്യം ചെയ്യാതിരുന്നിട്ട് ചെയ്യാമെങ്കിൽ കൂടി ചെയ്യാതിരിക്കും, എന്നിട്ട് കേന്ദ്ര സർക്കാരിനെ പഴിക്കുക, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കേരളത്തിനെ പഴിക്കുക. ഈ ഒരു പ്രവണതയ്ക്ക് വലിയ ഒരു ഇടം കൊടുക്കാത്തൊരു വ്യക്തി ആരുണ്ട്, അവരെ സെലക്ട് ചെയ്യുക. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് തിരുവനന്തപുരത്തിനോടുള്ള ഒരു പാഷൻ. ലോകത്തെ ഏറ്റവും നല്ല സ്ഥലം തിരുവനന്തപുരമാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു കാൻഡിഡേറ്റിന് നിങ്ങൾ മാക്സിമം മാർക്ക് കൊടുക്കുക. ഞാൻ ഇൻഫാക്ട് ഇത് 10 മാർക്കിലല്ല 20 മാർക്കിൽ മാർക്ക് കൊടുക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങനെ ഒരു ലോകത്തെ ഏറ്റവും നല്ല സ്ഥലമാണ് തിരുവനന്തപുരം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാൽ മാത്രമേ തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റുവാൻ, ഏറ്റവും നല്ല കോൺസ്റ്റിറ്റ്യുവൻസിയാക്കി മാറ്റുവാനുള്ള വർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അടുത്തതായിട്ട് ഒരു നല്ല ട്രാക്ക് റെക്കോർഡ് വേണം. മന്ത്രിയായിരുന്നാലും MP ആയിരിക്കുമ്പോഴും ഒക്കെ ചെയ്ത ജോലികളിൽ വർക്ക് ചെയ്തത് നല്ല ഒരു എഫിഷ്യൻസിയോടുകൂടി നല്ലവണ്ണം തൻ്റെ കടമകൾ നിറവേറ്റി എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല മാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ പറയേണ്ട കാര്യമില്ല, കറപ്ഷൻ്റെ അലിഗേഷൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുക. കറപ്ഷൻ മാത്രമല്ല, വേറെ പല അലിഗേഷൻസും ഒരാൾക്ക് എഗൻസ്റ്റായിട്ട് കാണാം. അങ്ങനെ അലിഗേഷൻസ് ഇല്ലാത്തവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുക. ഈ 3 പേരിൽ ആരാണ് എന്ന് നോക്കിയിട്ട്.
ഇത് ആണ് നമ്മുടെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡിസിഷനിലെത്താൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വ്യക്തിക്ക് വോട്ട് ചെയ്യുക, ആലോചിച്ച് നോക്കിക്കോളൂ. നമസ്കാരം.